2023 ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം മോഹൻലാലിന്. സിനിമാ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കാണ് പുരസ്കാരം. ഈ മാസം 23 ഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. എല്ലാവർക്കും നന്ദിയെന്ന് മോഹൻലാൽ 24-നോട് പ്രതികരിച്ചു. അഭിനയരംഗത്തെ സമാനതകളില്ലാത്ത സംഭാവനകൾ. മലയാളത്തിൽ നിന്നും ആദ്യമായാണ് ഒരു അഭിനേതാവിന് ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിക്കുന്നത്. നടൻ, നിർമ്മാതാവ്, സംവിധായകൻ എന്നീ നിലകളിലെല്ലാം മോഹൻലാൽ നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം. എല്ലാവർക്കും നന്ദി എന്ന മോഹൻലാൽ. ജൂറിയോടും നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിനോടും ആദ്യം നന്ദി പറയുന്നു. എന്നെ ഇത്രയും വർഷം 48 വർഷം എന്റെ കൂടെ സഞ്ചരിച്ച എല്ലാവർക്കും, എന്റെ കുടുംബമാണ് സിനിമ, എന്റെ കൂടെ സഞ്ചരിച്ച എല്ലാവർക്കും, ഞാനുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവർക്കും ഇതിന്റെ നന്ദി പറയുന്നു. മികവിന്റെയും വൈവിധ്യത്തിന്റെയും പ്രതീകം. മോഹൻലാലിന്റെ നേട്ടങ്ങൾ വരും തലമുറകൾക്ക് പ്രചോദനം നൽകട്ടെ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നാടിനാകെ അഭിമാനം പകരുന്ന നേട്ടമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സന്തോഷവും അഭിമാനവുമെന്ന് നടൻ മമ്മൂട്ടി. കലാസാംസ്കാരിക മേഖലകളിൽ നിന്നുള്ളവരും മോഹൻലാലിന് ആശംസകൾ അറിയിച്ചു. സ്വർണ്ണകമലം, പതക്കം, ഷാൾ, 10 ലക്ഷം രൂപ എന്നിവ അടങ്ങുന്നതാണ് പുരസ്കാരം. 2004 സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണന് ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചിരുന്നു. വർഷങ്ങൾക്കുശേഷം മോഹൻലാലിലൂടെ പുരസ്കാരം ഒരിക്കൽ കൂടി കേരളത്തിലേക്ക് എത്തുകയാണ്. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.